നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. SDPIയുടെ ഭീകരബന്ധം കൂടുതൽ തുറന്നു കാട്ടി ED. എല്ലാതരം ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന നയമെന്ന രേഖകൾ. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം ഉപയോഗിച്ച് മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുന്നു. നിർണായക തെളിവുകൾ പുറത്തുവിട്ട ED. നീക്കം MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ. മദ്യപിക്കുന്നവർക്ക് പാർട്ടിയിൽ വിലക്കില്ലെന്ന് MV ഗോവിന്ദൻ. പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവർ മദ്യപിക്കരുതെന്നാണ് പറഞ്ഞത്. പാർട്ടി അനുഭാവികൾ മദ്യപിക്കുന്നതിന് തടസ്സമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയ ചട്ടുകമാക്കാൻ ഇടത് സർക്കാർ. അംഗങ്ങളുടെ കാലാവധി 4 വർഷമാക്കാൻ നീക്കം. വിഷയം സർക്കാർ പരിഗണനയിലെന്ന് നിയമസഭാ രേഖകൾ. ബോർഡിലെ ഇടത് അംഗങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. ഇടുക്കി കുമളിയിൽ CPM പഞ്ചായത്ത് അംഗം നശിപ്പിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. KSEBക്കുണ്ടായ നഷ്ടത്തിൻ്റെ തുകയടച്ച് പഞ്ചായത്ത് മെമ്പർ ജിജോ രാധാകൃഷ്ണൻ. പോലീസിന് നൽകിയ പരാതി പിൻവലിച്ച് കുടുംബം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് പേപ്പർ ചോർത്തി നൽകിയ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ അബ്ദുൾ നാസർ അറസ്റ്റിൽ. ഫഹദിന് പേപ്പർ ഫോട്ടോ എടുത്ത് അയച്ചു നൽകിയെന്ന് കണ്ടെത്തൽ. പോലീസിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. ജയിലിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. കടം മൂലം ജീവനൊടുക്കാൻ കുടുംബം തീരുമാനിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തൽ. മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് ഉമ്മ മരിച്ചെന്ന് കരുതി. അനന്തപുരിയിനി ആറ്റുകാൽ നഗരി. പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി. പൊങ്കാല മാർച്ച് 13. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. സെമിയിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സ്റ്റീവ് സ്മിത്ത്. വാർത്തകൾ വിശദമായി നോക്കാം. SDPIയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് ED. കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് SDPI നയമാണ്. SDPI അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ED പുറത്തുവിട്ടത്. മുസ്ലിം ഇതര മതവിഭാഗങ്ങളെ SDPI പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം ഉപയോഗിച്ചാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. മതേതര ലേബലിന് വേണ്ടിയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ സംഘടനയുടെ പ്രധാന പദവികളിൽ കൊണ്ടുവരുന്നത്. SDPIയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ഇതര മതവിഭാഗക്കാരും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കുറ്റപത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് യാത്രയയപ്പ് യോഗത്തിലെ PP ദിവ്യയുടെ പ്രസംഗം തന്നെയാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നവീൻ ബാബുവിനെ യാത്രയയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ഇതിനായി പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തിയെന്നും റിപ്പോർട്ടിലുള്ളതായി സൂചനയുണ്ട്.
ADM നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കുറ്റപത്രം. യാത്രയപ്പ് യോഗത്തിൽ വെച്ച് PP ദിവ്യ അപമാനിച്ചതാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാകും കുറ്റപത്രം. അനുബന്ധ രേഖകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെ 100-ലേറെ പേജുകൾ കുറ്റപത്രത്തിലുണ്ടെന്നാണ് വിവരം. കളക്ടർ, കളക്ടറേറ്റിലെ ജീവനക്കാർ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയാൽ നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 82 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയറിന്റെയും അടിവസ്ത്രത്തിൽ കണ്ട കറയുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കേസ് ഡയറി ലഭിച്ചാലുടനെ കുറ്റപത്രം സമർപ്പിക്കും. ജനം, കണ്ണൂർ. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ നീക്കം. പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാക്കി പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. സമാന ആവശ്യവുമായി നേരത്തെ ദേവസ്വം ബോർഡ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് നിയമസഭാ രേഖകൾ. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ 1254 ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം കൈയാളുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെറും രാഷ്ട്രീയ കളികൾക്കുള്ള കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ. ദേവസ്വം ബോർഡിൽ കുടിയിരുത്തിയിരിക്കുന്ന ഇടതു നേതാക്കളുടെ കാലാവധി നീട്ടി നൽകാനാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാക്കി പുനർനിർണ്ണയിക്കാനാണ് ശ്രമം നടക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് തന്നെ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു. അംഗങ്ങളുടെ കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്നത് പരിശോധിച്ചു വരികയാണെന്ന് സർക്കാർ നിയമസഭയിലും വ്യക്തമാക്കി. 2007 G. സുധാകരന്റെ കാലത്താണ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 4-ൽ നിന്നും 2 വർഷമാക്കി കുറയ്ക്കുന്നത്. 2014 ഉമ്മൻചാണ്ടി സർക്കാർ അത് 3 വർഷമാക്കി. 2017 ബോർഡ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനുമായുള്ള ഉരസലിനെ തുടർന്ന് കാലാവധി ഇടത് സർക്കാർ 3-ൽ നിന്നും 2 വർഷമായി പിന്നെയും കുറച്ചു. 2017 നവംബർ 14 പ്രത്യേക ഓർഡിനൻസ് പുറത്തിറക്കിയായിരുന്നു നടപടി. ബോർഡ് 2 വർഷം പൂർത്തിയാക്കുന്നതിന്റെ തലേ ദിവസം ഓർഡിനൻസ് കൊണ്ടുവന്നതോടെ പ്രയാർ ഗോപാലകൃഷ്ണനും അംഗമായിരുന്ന അജയ് തറയിലിനും തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനമൊഴിയേണ്ടിയും വന്നു. ആദ്യമായി അംഗങ്ങളുടെ കാലാവധി കുറച്ച ഇടത് സർക്കാർ തന്നെയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കവും നടത്തുന്നത്. ഭരണത്തിൽ ഇരുമുന്നണികൾക്കും രാഷ്ട്രീയ കളികൾക്കും ഇഷ്ടക്കാർക്ക് സ്ഥാനങ്ങൾ നൽകാനുമുള്ള സ്ഥലമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറി. പ്രസിഡന്റിന് ഓണറേറിയവും ആനുകൂല്യങ്ങളുമടക്കം 1,18,050 രൂപയാണ് ശമ്പളം. അംഗങ്ങൾക്ക് 1,12,750 രൂപയും ലഭിക്കും. അതിനാൽ തന്നെ സ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്ന നേതാക്കളുടെ എണ്ണവും കൂടുതലാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ മെറ്റയോട് വിവരങ്ങൾ തേടിയ അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണിത്. അതേസമയം പ്രതികൾ പരീക്ഷ എഴുതിയ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ ഇന്നും വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നാണ് പോലീസ് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃസ്ഥാപനമായ മെറ്റയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ചറിയാൻ പോലീസ് സോഷ്യൽ മീഡിയ സ്ഥാപനത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു. കൃത്യമായ ആസൂത്രണം സംഘർഷത്തിനും കൊലപാതകത്തിനും പിന്നിലുണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 40ഓളം പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. 6 വിദ്യാർത്ഥികളാണ് നിലവിൽ റിമാൻഡിലുള്ളത്. അതേസമയം പ്രതികളെ പരീക്ഷയ്ക്കിരുത്തിയ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിലേക്ക് ഇന്നും പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ എത്തി. KSU MSF പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയത്. കഴിഞ്ഞ ദിവസവും വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ജനം, കോഴിക്കോട്. മലപ്പുറത്ത് വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലി. മലപ്പുറം കുറ്റൂർ KMHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. നിരവധി വിദ്യാർത്ഥികളാണ് മർദ്ദനത്തിന് ഇരയായത്. ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ റീലുകളാക്കി പ്രചരിപ്പിച്ചു. മർദ്ദനത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വയനാട് മാനന്തവാടി 5ാം മൈലിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനം. വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ രക്ഷിതാവ് പോലീസിൽ പരാതി നൽകി.
വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. മുൻപുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനമെന്നാണ് സൂചന. 4 ദിവസം മുൻപാണ് വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. മുഖത്തടിക്കാനും മർദ്ദിക്കുന്നത് മൊബൈൽ ഫോണിൽ പകർത്താനും ആഹ്വാനം ചെയ്യുന്നതടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും മർദ്ദിച്ച 5 വിദ്യാർത്ഥികളിൽ ഒരാളൊഴികെ എല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് പനമരം പോലീസിൽ പരാതി നൽകി. പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകും. ജനം, വയനാട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ കുറ്റപത്രത്തിലെ ഉള്ളടക്കം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അന്തിമമാക്കി. പ്രതി ചെന്താമര 10 മിനിറ്റിനുള്ളിൽ 2 കൊലപാതകങ്ങളും നടത്തി എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. 5 സാക്ഷികളുടെ കൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രം ഐജിക്ക് മുമ്പാകെ സമർപ്പിക്കും. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഈ മാസം 20-നുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി കുറ്റപത്രത്തിലെ ഉള്ളടക്കം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അന്തിമമാക്കി. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മയെയും പ്രതി കൊലപ്പെടുത്തിയത് ജനുവരി 27-ന് രാവിലെ 9:58-നും 10:08-നും ഇടയിലാണെന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. ചെന്താമര കേസിലെ ഏക പ്രതിയാണെന്നും 120-ലധികം സാക്ഷികൾ ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 5 സാക്ഷികളുടെ കൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രം ഐജിക്ക് മുമ്പാകെ സമർപ്പിക്കും. തുടർന്നാവും കോടതിയിൽ സമർപ്പിക്കുക. പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനും ആയിട്ടുണ്ട്. ജനം, പാലക്കാട്. ആത്മഹത്യ ചെയ്യുമെന്ന് വെഞ്ഞാറമ്മൂട് കേസിലെ പ്രതി അഫാൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ കുടുംബം ഒന്നിച്ച് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കൂട്ടക്കൊല നടത്തിയതെന്നും അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. സുരക്ഷ കണക്കിലെടുത്ത ഉദ്യോഗസ്ഥർ അഫാന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. അതേസമയം കസ്റ്റഡിക്കായി പോലീസ് കോടതിയെ സമീപിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതിന് പിന്നാലെ ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഉമ്മയ്ക്കും ഇക്കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് സമാനമായി കൂട്ടക്കൊലപാതകം എന്ന തീരുമാനത്തിലേക്ക് താൻ എത്തിയതെന്ന് അഫാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി ആദ്യം ഉമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഉമ്മ മരിച്ചു എന്ന് കരുതി ബാക്കിയുള്ളവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് താൻ മനസ്സിലാക്കിയത്. തനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമില്ലെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ പറഞ്ഞു. ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരോടാണ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾക്കായി അഫാനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസ് അപേക്ഷ നൽകുക. കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതിയാണ് നാടിന് നടക്കിയ കൊലപാതകമുണ്ടായത്. 3 സ്ഥലങ്ങളിലായി 5 കൊലപാതകമാണ് ഒരു ദിവസം തന്നെ പ്രതി നടത്തിയത്. ജനം, തിരുവനന്തപുരം. 75 വയസ്സ് പൂർത്തിയായവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. മദ്യപിക്കുന്നവർക്ക് CPM-ൽ വിലക്കില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ മദ്യപിക്കുന്നവരും ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് സംഘടനാപരമായ തീരുമാനം ഉള്ളതാണ്. കുടിക്കാത്തവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ. അനുഭാവികൾ അതുപോലുള്ള ആളുകളായിട്ട് പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം. അവരൊന്നും ഞങ്ങൾ മദ്യപന്മാർ പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശാ വർക്കർമാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ആശമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. CPM-ന് മുതലാളിത്ത സ്വഭാവമാണ്. സമരം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണം. സിക്കിമിൽ ആശമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ടെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. 10,000 വർദ്ധിപ്പിച്ചത്. അതുപോലെ ആന്ധ്ര അവർ ടോട്ടൽ 10,000 ഇൻസെൻറ്റീവിനോടൊപ്പം. അപ്പോൾ അവർ 7,000 രൂപയാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3,000 ആയിട്ട് 10,000 രൂപയാക്കി. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ തള്ളിപ്പറയാതെ, സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ, സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച്, അവർ സ്ത്രീകളല്ലേ, നിങ്ങൾ അവരുടെ ഇടതുപക്ഷ
LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? അത് കൊടുക്കുന്നതിന്, ഒരു വർധനവുണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ. കോടതിയിൽ കേക്ക് മുറിയും പ്രണയ ദിനാഘോഷവും. തിരുവനന്തപുരം CBI കോടതിയിൽ ഫെബ്രുവരി 14 പ്രണയ ദിനാഘോഷം സംഘടിപ്പിച്ചത്. ജോലി സമയത്തുള്ള ആഘോഷത്തിൽ കോടതിയിലെ ജീവനക്കാർ അടക്കമുള്ളവർ പങ്കെടുത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആസ്ഥാനത്തും പ്രണയ ദിനാഘോഷം നടത്തിയിരുന്നു. ജോലി സമയത്ത് ആഘോഷങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം അട്ടിമറിച്ചാണ് തിരുവനന്തപുരം CBI കോടതി ജീവനക്കാർ പ്രണയ ദിനാഘോഷം സംഘടിപ്പിച്ചത്. കോടതിയിലെ നിരവധി ജീവനക്കാർ ആഘോഷത്തിന്റെ ഭാഗമായി. ഫെബ്രുവരി 14 രാവിലെ 10 മണി മുതൽ ഓഫീസ് സമയത്തായിരുന്നു ആഘോഷം. ഫെബ്രുവരി 14 രാവിലെ 10:15-നും 10:45-നും ഇടയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഒരു സഹകരണത്തോടു കൂടി ഒരു വാലന്റൈൻസ് ഡേ കേക്ക് വാങ്ങി നമ്മുടെ കോടതിയിൽ അത് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും പരസ്പരം അത് ഷെയർ ചെയ്ത് നമുക്ക് ആ ദിനം വളരെ സന്തോഷകരമായിട്ടുള്ള ദിനമായിട്ട് നമുക്ക് ആഘോഷിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആസ്ഥാനത്തെ കോടതി മുറിയിൽ പ്രണയ ദിനാഘോഷം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് CBI കോടതിയിലെ ആഘോഷവും പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈവ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. വിശേഷാൽ പൂജയ്ക്ക് ശേഷം രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. തോറ്റംപാട്ടിലൂടെ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പാടി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. വൈകിട്ട് 6-ന് കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം നമിത പ്രമോദ് നിർവഹിക്കും. ആറ്റുകാൽ അമ്പ പുരസ്കാരം ഡോക്ടർ K ഓമനക്കുട്ടിക്ക് ചടങ്ങിൽ സമ്മാനിക്കും. വെള്ളിയാഴ്ച രാത്രി 9:15-നാണ് കുത്തിയോട്ട വൃതാരംഭം. 13-ന് രാവിലെ 10:15-നാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഉച്ചയ്ക്ക് 1:15-ന് പൊങ്കാല നിവേദ്യം. 14-ന് രാത്രി കാപ്പഴിച്ച് കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്ര പരിസരങ്ങളിലും പ്രധാന വഴികളിലും പോലീസിന്റെ നേതൃത്വത്തിൽ 179 CCTV ക്യാമറയുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 112 അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. സുരക്ഷയ്ക്കായി 700 വനിതാ പോലീസ് ഉൾപ്പെടെ 5000-ഓളം പോലീസിനെയാണ് ആറ്റുകാലിൽ ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതം തോറ്റം പാട്ടുകാർ പാടുന്നതോടെ കാപ്പുകെട്ടി ദേവിയെ ആറ്റുകാൽ ക്ഷേത്രനടയിൽ കുടിയിരുത്തി. തൊട്ടുപിന്നാലെ ഉത്സവാഘോഷങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. ഇനി അനന്തപുരിക്ക് 10 നാൾ ഉത്സവത്തിന്റെ നാളുകൾ. ക്യാമറമാൻ അനുജാനാവരിനൊപ്പം S ശാലിനി, ജനം, തിരുവനന്തപുരം. അധികാരമേറ്റതിനു ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അധികാരമേറ്റ ആദ്യ മാസം നടത്തിയ മികച്ച നടപടികൾ അദ്ദേഹം സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. പ്രസിഡന്റായതിന്റെ ആദ്യ മാസത്തിലെ പ്രവർത്തനം വൻ വിജയമെന്ന് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. In comparison, under Joe Biden, the worst president in American history, there were hundreds of thousands of illegal crossings a month, and virtually all of them, including murderers, drug dealers, gang members, and people from mental institutions and insane asylums. അഴിമതി നിറഞ്ഞ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറി. മുൻ പ്രസിഡന്റ് രാഷ്ട്രീയ അധികാരം എതിരാളികളെ പ്രതികാര ബുദ്ധിയോടെ നേരിടാനുള്ള ആയുധമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. And we have ended weaponized government where, as an example, a sitting president is allowed to viciously prosecute his political opponent, like me. How did that work out?
അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിൽ പുനഃസ്ഥാപിച്ചു. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര് നൽകിയതും ട്രംപ് എടുത്തു പറഞ്ഞു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാരംഗം സുരക്ഷിതമാക്കുന്നതിനും സ്വീകരിച്ച നടപടികളെ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. കർശനമായ നടപടികൾ കുടിയേറ്റത്തെ നിയന്ത്രണ വിധേയമാക്കി. അതിർത്തികൾ അടച്ചത് വഴി മയക്കുമരുന്ന് കടത്ത് വൻതോതിൽ നിയന്ത്രിക്കാനായി. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പലതവണ ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ നിലപാടിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 13 അമേരിക്കൻ സൈനിക അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഭീകരനെ ഉടൻ അമേരിക്കയിൽ എത്തിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമിക ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെത്തുന്ന IS ഭീകരൻ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ കർശന നടപടിക്ക് വിധേയമാകുമെന്നും ട്രംപ് പറഞ്ഞു. 2021 ഓഗസ്റ്റ് 26-നാണ് അഫ്ഗാനിസ്ഥാനിൽ 13 US സൈനികർ കൊല്ലപ്പെട്ടത്. 187 സാധാരണക്കാരും അന്ന് കൊല്ലപ്പെട്ടു. ആസൂത്രിതമായ ഈ ഭീകര നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളെ അമേരിക്ക പിടികൂടിയെന്ന് ട്രംപ് അറിയിച്ചു. കടുത്ത നടപടികൾക്കായി ഇയാളെ അമേരിക്കയിൽ എത്തിക്കുന്നുവെന്നും ട്രംപ് US കോൺഗ്രസ് അഭിസംബോധനയിൽ പറഞ്ഞു. America is once again standing strong against the forces of radical Islamic terrorism. 3.5 years ago, ISIS terrorists killed 13 American service members and countless others in the Abbey Gate bombing during the disastrous and incompetent withdrawal from Afghanistan. Not that they were withdrawing, it was the way they withdrew. Perhaps the most embarrassing moment in the history of our country. Tonight I am pleased to announce that we have just apprehended the top terrorist responsible for that atrocity, and he is right now on his way here to face the swift sword of American justice. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും ട്രംപ് കോൺഗ്രസിന് ഉറപ്പു നൽകി. കടുത്ത നിർദ്ദേശത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പിന്തുണ നൽകിയെന്നും ട്രംപ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണം. 15 പേർ കൊല്ലപ്പെട്ടതായി വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റു. 6 ഭീകരരെയും 2 ചാവേറുകളെയും വധിച്ചതായി പാക് സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ പാക് താലിബാൻ എന്ന് നിഗമനം. സമീപത്തെ പള്ളി തകർന്നും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. പാലക്കാട് ഷൊർണൂരിൽ 22-കാരൻ്റെ മരണത്തിൽ ദുരൂഹത. മരിച്ച യുവാവിൻ്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന് സംശയം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ 22-കാരൻ അമ്മയുടെ വീടായ ഷൊർണൂരിൽ വെച്ച് ഇന്നലെ വൈകിട്ട് 6:30ഓടെയാണ് കുഴഞ്ഞു വീണത്. ശുചിമുറിയിൽ കയറി അരമണിക്കൂർ ചെലവഴിച്ച് പുറത്തിറങ്ങിയ ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ യുവാവിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ചിന്റെ പാക്കറ്റും ശുചിമുറിയിൽ നിന്ന് നീഡിലും കണ്ടെത്തിയിട്ടുണ്ട്. കയ്യിൽ കുത്തിയ പാടുകളും ഉണ്ടെന്നാണ് പോലീസ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവുകയുള്ളൂ. സംഭവത്തിൽ യുവാവിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, പാലക്കാട്. കണ്ണൂർ ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ഇന്ന് പുലർച്ചെയാണ് ആറളം ഫാം പുനരധിവാസ മേഖലയിൽ നിന്ന് കരിക്കോട്ടക്കരി എടപ്പുഴ റോഡിൽ കാട്ടാനയിറങ്ങിയത്. വായുടെ ഭാഗത്ത് മുറിവേറ്റ നിലയിലാണ് കാട്ടാന. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് പ്രദേശത്ത് ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെ ഇരിട്ടി കീഴ്പള്ളി വട്ടപ്പറമ്പ് മേഖലയിൽ കാട്ടാനയെ കണ്ടിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ വനത്തിലേക്ക് തുരത്താൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. ഈ കാട്ടാനയാണ് ഇന്ന് പുലർച്ചെ കരിക്കോട്ടക്കരിയിൽ എത്തിയത്. ഇതുവഴി പോയ വാഹനയാത്രക്കാരെ ആക്രമിക്കാൻ കാട്ടാനയുടെ ശ്രമമുണ്ടായി. തുരത്താൻ ഉദ്യോഗസ്ഥരെത്തിയ വനംവകുപ്പിന്റെ ജീപ്പും ആന ആക്രമിച്ചു. ഇന്നലെ മുതൽ കൂട്ടം തെറ്റിയിട്ടുള്ള ഒരു ആനക്കുട്ടി, കാരണം ഫാമിൽ നിന്ന് വന്നിട്ടുള്ള ആനക്കുട്ടി ഇന്നലെ കീഴ്പള്ളി വട്ടപ്പറമ്പ് ഭാഗത്തായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് അവിടെ നിന്ന് പിന്നെ കാണാതായി. 5 മണിയോടുകൂടി ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ വളയംകോട് മേഖലയ്ക്കകത്താണ് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളെ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ വഴി ഈ വെന്തയാപ്പ വഴി വെന്തയാപ്പ എന്ന് പറഞ്ഞ പ്രദേശത്ത്, കരിക്കോട്ടക്കരിയുടെ ഒരു പ്രദേശത്ത് ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. ഫോറസ്റ്റ് അധികൃതരും ആറാട്ടി ഉൾപ്പെടെയുള്ള
ടീം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. വളരെ പെട്ടെന്ന് തന്നെ ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള സംവിധാനം ആറാട്ടി ഉൾപ്പെടെ സംവിധാനം പെട്ടെന്ന് തന്നെ എത്തി ആലോചിക്കുന്നുണ്ട്. കാട്ടാനയുടെ വായുടെ ഭാഗത്ത് വലിയ മുറിവുണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇതിന് തീറ്റയെടുക്കാനും സാധിക്കുന്നില്ല. അക്രമാസക്തനായി കാണപ്പെട്ട ആന റബ്ബർ തോട്ടത്തിൽ 2 മണിക്കൂറോളം നേരം നിലയുറപ്പിച്ചിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളം പമ്പ് ചെയ്തു കൊടുത്തപ്പോഴാണ് ആന ശാന്തനായത്. അതേസമയം ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ നാളെ വൈകിട്ട് 6 മണി വരെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ, കൂമന്തോട്, കരിക്കോട്ടക്കരി വാർഡുകളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനം, കണ്ണൂർ. തൃശൂർ ആതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ കട തകർത്തു. വിശ്വനാഥൻ എന്ന ആളുടെ കടയാണ് ആന തകർത്തത്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനവുമായി കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഭരണസമിതിയുടെ തീരുമാനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. CPM ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ തീരുമാനം സർക്കാരിനെ വെട്ടിലാക്കി കഴിഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പുലി, കടുവ, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നിവ കാടിറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. വിസ്തൃതിയുടെ 60% വനഭൂമിയുള്ള പഞ്ചായത്തിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേനയുള്ള തീരുമാനമെന്നും പ്രസിഡന്റ് പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ്. കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല. വലിയ തോതിലുള്ള ആക്രമണം മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർ കടുത്ത അസംതൃപ്തരാണ്. വലിയ തോതിലുള്ള സ്ഫോടനാത്മകമായ മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തത്. അതൊരു വൈകാരികമായ തീരുമാനമല്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേന എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുള്ള തീരുമാനമാണ്. കാടിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ 20 എംപാനൽ ഷൂട്ടർമാരെയാണ് നിയമിക്കുന്നത്. നിയമവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞു. എന്ത് നടപടി വന്നാലും നേരിടാൻ തയ്യാറെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ തീരുമാനവും ഇതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പിന്തുണയും CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നിയമപരമായി മാത്രം മുന്നോട്ടു പോകണമെന്നും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനം, കോഴിക്കോട്. മലപ്പുറം തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം 7 ആടുകളെ കടിച്ചു കൊന്നു. ആക്രമണം നടത്തിയത് പുലിയാണെന്നാണ് നിഗമനം. കുത്തിരാടം സ്വദേശി കരീമിൻ്റെ ആടുകളെയാണ് കടിച്ചു കൊന്നത്. വലയിൽ കുടുങ്ങി തിമിംഗല സ്രാവുകളിൽ ഒരെണ്ണം കരക്കടിഞ്ഞു. പള്ളിത്തുറയിൽ 4 തിമിംഗല സ്രാവുകൾ വലയിൽ കുരുങ്ങി. 2 എണ്ണത്തിനെ കടലിൽ വെച്ച് തന്നെ വല മുറിച്ചു വിട്ടു. 2 എണ്ണം കരക്കടിഞ്ഞെങ്കിലും ഒരെണ്ണത്തിനെ കടലിലേക്ക് വിട്ടു. ഒരെണ്ണം കരക്കടിഞ്ഞ നിലയിലാണ്. പള്ളിത്തുറ സ്വദേശി സുനിലിൻ്റെ വലയിലാണ് 4 തിമിംഗല സ്രാവുകൾ അകപ്പെട്ടത്. രാവിലെ 8 മണിയോടെ വല വലിച്ചു കയറ്റുന്നതിനിടെയാണ് സ്രാവുകളെ കണ്ടത്. നിരവധി ആളുകളാണ് തിമിംഗലങ്ങളെ കാണാൻ തീരത്ത് എത്തുന്നത്. കൊച്ചി എളമക്കരയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ 20 ദിവസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. ലഹരി നൽകിയായിരുന്നു പീഡനം. ബംഗളൂരുവിൽ BSc നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. പ്രതി റക്സനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിരുന്നു സംഭവം. രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രേഷ്മ, വിശദാംശങ്ങൾ. എളമക്കരയിലാണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക പീഡനം ഉണ്ടായത്. ഇക്കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു സംഭവം. ഈ റെക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ, അതായത് ഈ കേസിലെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയാണ് റെക്സൺ. റെക്സന്റെ അയൽ വീട്ടുകാരിയാണ് ഈ പെൺകുട്ടി. ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം സംഭവിച്ചത്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ പീഡനം തുടർന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്.
സെപ്റ്റംബർ മാസത്തിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ട് പൂട്ടിയിട്ട് തന്നെ പീഡിപ്പിച്ചു. ഒപ്പം തന്നെ ലഹരി തനിക്ക് നൽകിയിരുന്നുവെന്നും പെൺകുട്ടി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും നിലവിൽ റെക്സിനെ, അതായത് പ്രതിയായിട്ടുള്ള റെക്സിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 20 ദിവസത്തോളമാണ് വീട്ടിൽ പൂട്ടിയിട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം അടക്കം റെക്സൺ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അനിൽ നമ്പ്യാർ. കൊച്ചി എളമക്കര കോളേജ് വിദ്യാർത്ഥിനിയെ 20 ദിവസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. ലഹരി നൽകിയായിരുന്നു പീഡനം. ബംഗളൂരുവിൽ BSc നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത്. പ്രതി റെക്സിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് തുരങ്കപാത നിർമ്മാണ അനുമതി സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. പരിസ്ഥിതി ലോല പ്രദേശത്ത് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ്. എന്നാൽ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വ്യവസ്ഥകളോട് അനുമതി നൽകാമെന്ന് ഈ മാസം 1 ചേർന്ന സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ സമിതി യോഗത്തിലാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്. ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. ഉചിതമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും വേണം. ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തെരഞ്ഞെടുക്കണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 അംഗ വിദഗ്ധ സമിതി ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായി രൂപീകരിക്കണം. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തുക തുടങ്ങിയ നിബന്ധനകളാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൻകാപ്പ് ആനത്തറ സംരക്ഷണം, ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണം, ഇരവഴഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്തുക തുടങ്ങിയവയും വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിലുണ്ട്. വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ് അറിയിച്ചിരുന്നു. എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടില്ലെന്നും അതുവഴി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ജനം, തിരുവനന്തപുരം. വിജിലൻസ് പരിശോധനകൾക്കിടയിലും അഴിമതിയിൽ മുങ്ങി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥവർഗം. ദിനംപ്രതി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് നിരവധി ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ വിജിലൻസ് പിടിയിലായത് 146 സർക്കാർ ജീവനക്കാരാണ്. പിടിക്കപ്പെട്ടാലും 1 വർഷത്തിനിടയിൽ സർവീസിൽ തിരികെ കയറാമെന്നതാണ് ഇത്തരക്കാർക്ക് ആശ്വാസമാകുന്നത്. തദ്ദേശ സ്വയംഭരണം, റവന്യൂ എന്നീ വകുപ്പുകളിലാണ് പ്രധാനമായി അഴിമതി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 50 പേരും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് 47 പേരും കൈക്കൂലി കേസുകളിൽ പിടിയിലായി. വിജിലൻസിന്റെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പരിശോധനയിലൂടെ ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പിടിയിലായത് 21 ഉദ്യോഗസ്ഥരാണ്. കൈക്കൂലി കേസുകളുടെ മാത്രം കണക്കുകളാണ് ഇത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ കൈക്കൂലി കേസുകളിൽ മാത്രം സംസ്ഥാനത്ത് അറസ്റ്റിലായത് 146 ജീവനക്കാരാണ്. 393 അഴിമതി കേസുകളും രജിസ്റ്റർ ചെയ്തു. കൈക്കൂലി കേസിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പിടിയിലായത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ 17 പേരാണ് വിജിലൻസിന്റെ പരിശോധനയിൽ വലയിലായത്. തിരുവനന്തപുരത്ത് 14, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 9, ഇടുക്കിയിൽ 13, എറണാകുളത്ത് 6, പാലക്കാട് 12, കോഴിക്കോട് 5 ഉദ്യോഗസ്ഥർ വലയിലായി. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ യഥാക്രമം 5, 11, 13 ഉദ്യോഗസ്ഥരും കൈക്കൂലി കേസുകളിൽ അറസ്റ്റിലായി. മറ്റ് അഴിമതി കേസുകളുടെ കാര്യത്തിലും സംസ്ഥാനത്ത് വലിയ വർധനമാണ് ഉള്ളത്. ശമ്പളത്തിന് പുറമെ അഴിമതിയിലൂടെ അധിക പണം സമ്പാദിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിജിലൻസിന്റെ പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത് വ്യാപകമായ പരാതിയാണ്. കൂടുതൽ പരിശോധനകൾ നടന്നാൽ ഇതിലും 10 മടങ്ങ് ഉദ്യോഗസ്ഥരാകും വിജിലൻസിന്റെ വലയിലാകുക. നിയമം കർക്കശമല്ലാത്തതാണ് സംസ്ഥാനത്ത് കൈക്കൂലി കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. ഒരു തവണ കൈക്കൂലി കേസിൽ പിടിയിലായി സസ്പെൻഷനായ ഉദ്യോഗസ്ഥന് 1 വർഷത്തിനുള്ളിൽ തിരികെ സർവീസിൽ പ്രവേശിക്കാൻ സാധിക്കും. സർവീസിൽ തിരികെ പ്രവേശിച്ചാലും പഴയപടി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ജനം, തിരുവനന്തപുരം. ഇടുക്കിയും ലഹരിയുടെ ഹബ്ബാകുന്നു. കഴിഞ്ഞ 2 മാസം മാത്രം രജിസ്റ്റർ ചെയ്തത് 189 NDPS കേസുകളാണ്. അബ്കാരി കേസുകളിലും മുൻവർഷത്തേതിനേക്കാൾ വലിയ വർധനവാണ് ഉണ്ടായത്. ലഹരി വസ്തുക്കളിൽ അധികവും പിടിക്കുന്നത് ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നാണ്.
മാരക ലഹരി മരുന്നുകൾ സുലഭമായി ലഭിക്കുന്ന ജില്ലയായി ഇടുക്കി മാറുകയാണ്. കൂടുതലായി ലഭിക്കുന്നത് MDMAയും ഹാഷിഷോയിലും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ. ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ NDPS കേസിൽ 189 പേരെ എക്സൈസ് പിടികൂടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 102 മാത്രമാണ്. വാഗമൺ, മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയുടെ ടൂറിസം മേഖലകളിൽ നിന്നാണ് ലഹരി വസ്തുക്കളിൽ അധികവും കണ്ടെത്തുന്നതെന്നാണ് എക്സൈസ് പറയുന്നത്. എക്സൈസിൽ ഒരു ഇന്റലിജൻസ് വിംഗ് ഉണ്ട്, ഇവരുടെ രഹസ്യ വിവരശേഖരണമുണ്ട്. അത് നമുക്ക് മുൻകാലങ്ങളിലെ പ്രതികളൊക്കെ നമ്മൾ നിരന്തരം പരിശോധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫർമേഷനും പിന്നെ പൊതുജനങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു എക്സൈസിന്റെ 24 hours വർക്ക് ചെയ്യുന്ന കൺട്രോൾ റൂമുണ്ട്. ആ കൺട്രോൾ റൂമിലേക്ക് പരാതികൾ പറയാവുന്നതാണ്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് മേഖലകളിൽ പ്രധാനമായിട്ടും ഈ മൂന്നാർ, അടിമ, ഇവിടെ വാഗമൺ, കുമളി ഒക്കെ ശക്തമായ പരിശോധന നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ വീക്കെൻഡുകളിലുള്ള ദിവസങ്ങളിലാണ് ഉള്ളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ജില്ലയിലേക്ക് പുറം ദേശങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇതിലുള്ള പരിശോധനകൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പിടികൂടുന്നവരിൽ അധികവും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള യുവാക്കൾ. MDMA പോലുള്ള രാസലഹരിയുടെ ഉപയോഗം യുവാക്കളിൽ വർദ്ധിച്ചതായാണ് എക്സൈസ് കണ്ടെത്തൽ. സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരക്കാരുടെ വലയിലുണ്ട്. ഇവർ പിന്നീട് ലഹരി കച്ചവടക്കാരായി മാറുകയും ചെയ്യുന്നു. ജില്ലയിലെ അബ്കാരി കേസുകളിലും താരതമ്യേന വർധനവുണ്ടായിട്ടുണ്ട്. പിടികൂടുന്ന വാറ്റുചാരായത്തിന്റെ അളവും വർദ്ധിച്ചു. വിൽപ്പനയിലും വൻ വർധനവുണ്ടായിട്ടുള്ളതായാണ് കണ്ടെത്തൽ. പലപ്പോഴും പ്രതികളെ പിടികൂടുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ അവബോധം സൃഷ്ടിക്കാൻ പ്രത്യേക കർമ്മപദ്ധതികൾ വകുപ്പ് നടപ്പാക്കി വരുന്നുമുണ്ട്. ജനം, ഇടുക്കി. ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിൽപ്പനക്കാരുടെയും താവളമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും. പകൽ സമയങ്ങളിൽ പോലും പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃത വലിയ ഭീതിയിലാണ് ആശുപത്രിയിലെത്തുന്നവരും പ്രദേശവാസികളും. ഇത് ബീച്ച് ആശുപത്രി പരിസരത്തെ നടുക്കുന്ന ദൃശ്യങ്ങൾ. ലഹരിയിൽ അതിക്രമങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയായ സാഹചര്യത്തിൽ അധികൃതർ നടപടി ശക്തമാക്കി എന്ന് പറയുമ്പോഴാണ് പകൽ നേരത്തെ ഈ കാഴ്ച. ഇതൊക്കെ ഇവിടെ നിത്യസംഭവമാണെന്നും വിദ്യാർത്ഥികളും യുവാക്കളും അടക്കം ലഹരി തേടി ഈ മേഖലകളിൽ എത്തുന്നത് പതിവാണെന്നും പരിസരവാസികൾ പറയുന്നു. ഇത് എത്ര മണിയാകുമ്പോഴേ ചെക്കന്മാരെ 3-4 ബൈക്ക് ഒപ്പരം വരും കൊണ്ടിട്ട് വന്നിട്ട് അവർ വാങ്ങിയിട്ട് പോകണമാണ്. അത് ഒരു 18-19 വയസ്സായ ചെക്കന്മാരൊക്കെ വരിക. ഇവിടെ വരുന്നത് വെച്ചാൽ 10-25-30 വയസ്സിൻ്റെ ചോടുള്ള സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. ഓരോരുത്ത് അത്ര കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷെ വന്നിട്ട് ഓരോരുത്തർ സാധനം വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുകയല്ലാതെ ഒരു കച്ചറൊന്നും ഉണ്ടാക്കില്ല. ഇവിടെ വരുന്നൈറ്റുകളാണ്, പുറത്തുനിന്നൊക്കെ വരുന്നൈറ്റുകൾ ഭയങ്കര കച്ചറുണ്ടായി. വ്യാപകമായ സംഭവം ഉണ്ടല്ലേ. ഇപ്പം നിർത്തലാക്കി ഒരു നന്നായ ഒരു തന്നു അത്രയുള്ളൂ. ആശുപത്രി വളപ്പിലെ ലഹരി വിമുക്ത കേന്ദ്രം ഉപയോഗിക്കുന്നവരുടെയും വിൽക്കുന്നവരുടെയും സുരക്ഷിത കേന്ദ്രമാണ്. കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന ഗുളികകൾ പൊടിച്ച് അമിത അളവിൽ കുത്തിവെച്ച് പോലും ലഹരി കണ്ടെത്തുകയാണ് ചിലർ. പുറമേ നിന്നെത്തുന്നവർ മറ്റു ലഹരി പദാർത്ഥങ്ങളും സിറിഞ്ചും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. ലഹരിമുക്ത കേന്ദ്രത്തിന് പിറകുവശമടക്കം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ നിരവധി സിറിഞ്ചുകൾ കാണാം. ചികിത്സയിലുള്ളവരും വിൽപ്പനക്കാരും തമ്മിലുള്ള തർക്കവും കയ്യാങ്കളിയും ജീവനക്കാരുടെയും മറ്റു രോഗികളുടെയും സുരക്ഷയെ പോലും അപകടത്തിലാക്കുകയാണ്. നിരവധി രോഗികളെ ആക്രമിക്കുന്ന സംഭവമുണ്ടായി. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള നഴ്സുമാരെയും ക്ലീനിങ് സ്റ്റാഫിനെയും ആക്രമിക്കുന്ന സംവിധാനമുണ്ടായി. ഈ OST കേന്ദ്രത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന ഈ പ്രദേശത്ത് നടക്കുന്നു. ഈ തൊട്ടടുത്തുള്ള കാരുണ്യ ഫാർമസിയിലെ അവിടുത്തെ ആൾക്കാരെ ആക്രമിക്കുന്ന സംവിധാനമുണ്ടായി. അപ്പോൾ ഈ OST കേന്ദ്രം ജനങ്ങൾക്ക് ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ബീച്ച് ഹോസ്പിറ്റലിലെ വികസന സമിതി ചെയർമാൻ കലക്ടറാണ്. കലക്ടറോടക്കം നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഇവിടുത്തെ നാട്ടുകാർ നേതൃത്വം നൽകും. ENT വിഭാഗവും കുട്ടികളുടെ ചികിത്സാ വിഭാഗവും ലഹരി വിമുക്ത കേന്ദ്രത്തിന് അടുത്താണ്. ലഹരി വിമുക്ത കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ കളക്ടർക്കടക്കം നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി.
പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയും നടപടിയും കൂടുതൽ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ലഹരിയുടെ പിടിയിലാണ് ബീച്ച് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സന്ദർശകരും പ്രദേശവാസികളും ഭീതിയിലാണ്. പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാകണമെന്നാണ് ഇവിടുത്തുകാർ ഉയർത്തുന്ന ആവശ്യം. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് CPMന്റെ കൊടിമര ജാഥ. CPM സംസ്ഥാന സമ്മേളനത്തിനായുള്ള കൊടിമര ജാഥയിലും പതാക ജാഥയിലും അണിനിരക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെയാണ് പ്രവർത്തകർ യാത്ര ചെയ്തത്. കൊല്ലം ശൂരനാട് നിന്നും ആരംഭിച്ച ജാഥയിലാണ് നിയമം ലംഘിച്ചുള്ള യാത്ര. മനോജ് ചേരുന്നു. മനോജ്, നിയമലംഘനം കൊല്ലത്ത് മാത്രമല്ല, നേരത്തെ ഈ പതാക ജാഥ അതുപോലെ കൊടിമര ജാഥ വന്ന സ്ഥലങ്ങളിലൊക്കെ ഹെൽമറ്റ് ഇല്ലാതെയാണ് CPM പ്രവർത്തകർ ബൈക്ക് ഓടിച്ചത് എന്ന് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് വകുപ്പ് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ് നയിക്കുന്ന പതാക ജാഥയിലും അതോടൊപ്പം തന്നെ ഇന്ന് ശൂരനാട് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കൊടിമര ജാഥയിലും അടക്കം അണിനിരക്കുന്ന ഇരുചക്ര വാഹനങ്ങളിലാണ് നിയമം ലംഘിച്ചുകൊണ്ട്, അതായത് ഹെൽമറ്റ് ധരിക്കാതെ റെഡ് വോളണ്ടിയർമാരടക്കം ഉള്ള പ്രവർത്തകർ യാത്ര ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. റെഡ് വോളണ്ടിയർ യൂണിഫോം ധരിച്ചുകൊണ്ട് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ്. ഇത് തന്നെയാണ് എല്ലാ ജാഥകളിലും, അതായത് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പല ജാഥകളിലും ഇത് തന്നെയാണ് തുടരുന്നത്. എന്നാൽ ഇതിൽ കൃത്യമായൊരു നടപടി എടുക്കാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു തരത്തിലേക്കാണ്. പാർട്ടി സമ്മേളനമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇളവുകളും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, അതായത് നിയമലംഘനം നടത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഫ്ലെക്സ് ബോർഡിലേക്ക് പ്രകാശം പകരുവാനായി വൈദ്യുതി മോഷ്ടിച്ച സംഭവം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ചിന്നക്കടയിലുള്ള ഒരു ഹൈമാസ് ലൈറ്റിൽ നിന്നുമാണ് അനധികൃതമായി വൈദ്യുതി എടുത്തതും പിന്നീട് അത് വലിയ പ്രതിഷേധത്തിലും ഒക്കെ പോയത്. അത്തരത്തിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. സംസ്ഥാന സമ്മേളനവുമായി അനുബന്ധമായി നടക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനം ആവർത്തിക്കുമ്പോഴും ഇതിന് വേണ്ട, അതായത് നടപടി എടുക്കേണ്ട വകുപ്പുകൾ കണ്ണടയ്ക്കുന്ന സമീപനമാണ് ഉള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അത് കോഴിക്കോട് മുതൽ ആരംഭിച്ച ഈ പതാക ജാഥയിലും അതോടൊപ്പം തന്നെ ഇന്ന് ശൂരനാട് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കൊടിമര ജാഥയിലും വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായും പ്രവർത്തകർ ഈ വാഹനത്തോടൊപ്പം ഈ ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പറയുന്നില്ല. അനന്ത്യ. യെസ്, റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് CPMന്റെ കൊടിമര ജാഥ. CPM സംസ്ഥാന സമ്മേളനത്തിനായുള്ള കൊടിമര ജാഥയിലും പതാക ജാഥയിലും അണിനിരക്കുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെയാണ് പ്രവർത്തകർ യാത്ര ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താൻ ഫിലിം ചേംബർ തീരുമാനം. കൊച്ചിയിൽ നടന്ന യോഗത്തിന് ശേഷം ഫിലിം ചേംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അനണിത്തരന്മാരാണ് സുരേഷേട്ടനെ ബഹുമാനിക്കുന്ന ആളും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമില്ല, എന്തോ തെറ്റിദ്ധാരണ പുറത്ത് വന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അല്ല, നമ്മൾക്ക് അതായത് ഞങ്ങളുടെ മീറ്റിംഗിൽ, ചേംബറിന്റെ മീറ്റിംഗിൽ സുരേഷേട്ടൻ പറഞ്ഞു, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല അനൗൺസ് ചെയ്തിരുന്നു, അത് മൊത്തം ചേംബറിന്റെ അനുവാദത്തോടു കൂടി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിക്യൂട്ടീവ് അസോസിയേഷന്റെ ആ മീറ്റിംഗിൽ വെച്ച് അനൗൺസ് ചെയ്തതാണെന്നും ആ തീരുമാനത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ സുരേഷേട്ടനെ പറ്റി വിമർശിച്ചുകൊണ്ടാണ് ഒന്നാം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം ചേംബർ കണ്ടിന്യൂ ചെയ്യില്ല എന്നൊരു നമ്മുടെ മുൻ പ്രസിഡന്റും പറഞ്ഞു. പക്ഷെ അത് പിൻവലിക്കുകയും ചെയ്യുന്ന വിഷയം തോന്നുന്നു. പിന്നെ അതുമായിട്ടൊരു ചർച്ചയില്ല. ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്, അത് ഞങ്ങൾ ചർച്ചയ്ക്ക് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ അവതരിപ്പിക്കേണ്ടതാണല്ലോ. അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്. അവിടെ അവതരിപ്പിച്ച് അതിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വരുന്നതല്ലാണ്ട് ഇവിടെ നമ്മൾ പറയാ ഒരു സ്പെഷ്യൽ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. എന്റർടൈൻമെന്റ് ടാക്സ് പ്രധാനം, ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ട്. അതിലിപ്പോ സിനിമ, അത് ഒരു സിനിമ എന്നൊരു മാധ്യമം, അത് പല ആളുകൾക്കും അതിനോട് പ്രചോദനം ഉണ്ടാവുന്ന ചർച്ചകൾ വരും.
അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയറക്ടേഴ്സ് വരെ പറഞ്ഞു സിനിമയിലേക്ക് മാത്രം എല്ലാം ഇട്ടുകൊണ്ടുള്ള പ്രസ്താവന പാടില്ല എന്ന് പറഞ്ഞു. സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു സിനിമയിൽ ഒരു പരിധി വരെ ആകുന്നു. ചേംബറിന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ ഈ സംഘടനകളെല്ലാം ഉണ്ടല്ലോ. ഈ സിനിമയിൽ കാണുന്ന വയലൻസ് അത് സെൻസർ ബോർഡ് അംഗീകരിക്കുന്നതുകൊണ്ടാണ് സിനിമയിൽ വയലൻസ് കാണിക്കുന്നത്. അതിനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ടോ? ഈ വയലൻസുമായി ബന്ധപ്പെട്ട് ചേംബറിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പൊ മാർക്കോ ഉൾപ്പെടെ ടി.വിയിൽ പോലും പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സിനിമ സെൻസർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചേംബറിന്റെ ഇത് പബ്ലിസിറ്റി ക്ലിയറൻസ് ആണെങ്കിലും അതിൽ പോലും നമ്മൾ എന്താ പറയുക ഒരു അനുവദനീയമായിട്ടുള്ള പരസ്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അത്രയും ക്ലീൻ ആയിട്ട് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ചേംബർ എഫക്ട്സ്. അപ്പോൾ ഒരു പോസ്റ്ററിന്റെ കാര്യത്തിൽ പല കേസുകളും സിഗരറ്റ് വലിക്കുന്ന പോസ്റ്ററുകൾ അതൊന്നും പാടില്ല എന്നും നമ്മളത് ഇവിടുന്ന് എന്താ പറയുക ഇവിടുന്ന് അനുവദിച്ചു കൊടുക്കാറില്ല. ചേംബർ അത് അനുവദിച്ചു കൊടുക്കാറില്ല പബ്ലിസിറ്റി ചെയ്യാനായിട്ട്. അപ്പൊ സീൽ ചെയ്യാനായിട്ട് വിടാനായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെ ലഹരി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് സെൻസർ ബോർഡാണ്. സെൻസർ ചെയ്ത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഉത്തരവാദിത്തമല്ലേ, സെൻസർ ചെയ്ത് സിനിമ കളിക്കല്ലേ. അപ്പൊ സെൻസറിൽ ഏതാണ് വേണ്ട ഏത് വേണ്ട എന്നുള്ളത് സെൻസർ ബോർഡ് തീരുമാനിക്കുന്നത്. ഇപ്പൊ അതാണല്ലോ മാർക്ക് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി ഇപ്പോൾ വന്നത്. മാർക്ക് എന്ന് പറഞ്ഞ പടം സാറ്റലൈറ്റ് TV മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അപ്പൊ സെൻസർ ബോർഡാണ് അതിന് നിയന്ത്രണം കൊണ്ടുവരാനും ഞങ്ങൾക്ക് അതിന് നിയന്ത്രണം കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. പിന്നെ തീർച്ചയായിട്ടും സെൻസർ ബോർഡാണല്ലോ പടം സെൻസർ ചെയ്ത് ആ സെൻസർ ചെയ്ത പടങ്ങളാണ് തിയേറ്ററിൽ റിലീസിൽ വരുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സെൻസർ ചെയ്ത പടങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിൽ എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറ്റക്കാരാണ്. ഞങ്ങളവിടെ സെൻസർ ചെയ്ത പടത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോട് ഡിസ്പ്ലേ ചെയ്യണം. മാർക്ക് എന്ന് പറഞ്ഞ പടമാണെങ്കിലും അത് ഇത്ര 16 വയസ്സിന് മേലെ 18 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ അതവിടെ പ്രദർശിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് ഇപ്പം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിലൊക്കെ. സിനിമയിലെ വയലൻസ് കുറയ്ക്കണമെന്ന് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം നിയമസഭയടക്കം വിമർശനം ഉന്നയിച്ചായിരുന്നു. സിനിമയിലെ വയലൻസ് കാര്യമായിട്ട് യുവാക്കളെയൊക്കെ സ്വാധീനിക്കും. അല്ല, സിനിമയിലെ വയലൻസ് നമ്മൾ സിനിമാ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത് അതിൽ എന്തൊക്കെ വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡ്. അതിന് പര്യാപ്തമായിട്ടുള്ള ആളുകളാണല്ലോ സെൻസർ ചെയ്യാൻ. ഞങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് വല്ല പ്രത്യേകിച്ച് വല്ല കാര്യമില്ല. അപ്പൊ ആ സെൻസർ ബോർഡ് ഇരിക്കുന്ന വ്യക്തികളാണ് സെൻസർ ചെയ്യാൻ പറ്റാവുന്നതാണെന്ന് നോക്കിയിട്ടാണ് സെൻസർ ചെയ്ത് കൊടുക്കുന്നത്. സിനിമയിലെ അതിക്രമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് സെൻസർ ബോർഡാണെന്ന് ഫിലിം ചേംബർ സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്താൻ കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബറിൻ്റെ യോഗത്തിൽ തീരുമാനിച്ചു. അതിനുശേഷം ഭാരവാഹിക വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. ഇടുക്കി കുമളിയിൽ CPM പഞ്ചായത്ത് മെമ്പർ തകർത്ത നിർധന കുടുംബത്തിൻ്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. കുമളി പഞ്ചായത്ത് അംഗം ജിജോ രാധാകൃഷ്ണനാണ് അക്രമം നടത്തിയത്. മീറ്ററും സർവീസ് വയറും പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. ഇതോടെ ദണ്ഡപാണിയും കുടുംബവും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുമളിക്കടുത്ത് താമരക്കണ്ടത്ത് കഴിഞ്ഞ 30 വർഷമായി താമസിക്കുന്ന ദണ്ഡപാണി പുതുതായി പണിത വീട്ടിലേക്കാണ് കറണ്ട് കണക്ഷൻ എടുത്തിരുന്നത്. KSEBയിൽ അപേക്ഷ നൽകി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയതു മുതൽ പഞ്ചായത്ത് മെമ്പർ ജിജോയുടെ നേതൃത്വത്തിൽ സംഘം ഭീഷണി മുഴക്കിയിരുന്നു. മറ്റു പ്രശ്നങ്ങളില്ലെന്ന് കണ്ട് KSEB കണക്ഷൻ നൽകുകയായിരുന്നു. ഇതാണ് കുമളി പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ജിജോ രാധാകൃഷ്ണൻ തകർത്തത്. KSEBയിൽ സ്ഥാപിച്ച മീറ്ററും സർവീസ് വയറും തകർത്തു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്നും വൈദ്യുതി കണക്ഷൻ നൽകാനാകില്ലെന്ന് പറഞ്ഞായിരുന്നു അക്രമം. ഇന്നലെ ഞങ്ങൾക്ക് ജെയുടെ സാറിൻ്റെയും മറ്റുദ്യോഗസ്ഥന്മാരുടെ ഇതുകൂടി ഞങ്ങൾക്ക് ഇന്നലെ കണക്ഷൻ കിട്ടി. അവർ വന്ന് എല്ലാം ശരിയാക്കി തന്നു. രാവിലെ വൈകുന്നേരം ആയപ്പോഴത്തെ 3 മണി ആയപ്പോഴത്തേക്ക് വന്ന് നൈലോൺ കയറിട്ട് വലിച്ചു പറിച്ച് കമ്പിയും അതും മീറ്ററും എല്ലാം അടിച്ചു പറിച്ച് കളഞ്ഞിട്ട് പോയി. ഞങ്ങളത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തല്ല പോസ്റ്റ് ഉള്ളതെന്നും പഞ്ചായത്തിന്റെ റോഡിലാണെന്നുമാണ് കണ്ടെത്തൽ. മാത്രമല്ല കണക്ഷൻ നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ യാതൊരു അനുമതിയും ആവശ്യമില്ലെന്നും KSEB വ്യക്തമാക്കി. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടും CPM നേതാവിന്റെ അക്രമം തുടർന്നു. ദണ്ഡപാണിയും കുടുംബവും കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതോടെ KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ജനം, ഇടുക്കി. വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രീയ കാര്യമല്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ MP-മാർ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട BJP എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP-മാർക്ക് കത്തയച്ചു. ബില്ല് രാഷ്ട്രീയ കാര്യമല്ലെന്നും
ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഒരു ധാർമ്മിക വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ വഖഫ് ബില്ലിന്റെ ഭേദഗതിയെ കാണുന്നത്. ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളതിനേക്കാൾ നാടിന്റെ മുഴുവൻ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വഖഫ് ബില്ല് ഇത്തരത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിടയായ സാഹചര്യം എല്ലാവർക്കും അറിയാം. കാരണം വളരെ ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി ഏത് ഭൂമിയും സ്വത്താക്കി പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിലവിലുള്ള നിയമം ഒരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിനൊട്ടും ചേർന്നതല്ല. സമരക്കാർക്ക് മുമ്പിൽ ഒന്ന് പറയുകയും പാർലമെന്റിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് അപാര തൊലിക്കെട്ടിയാണെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ്, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KS ഷൈജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, കൊച്ചി. തൃശൂർ സ്വരസാഹിതി സാഹിത്യ കൂട്ടായ്മയുടെ പാഠമൊന്ന് ഓർമ്മകളിലൂടെ എന്ന മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം പ്രസിദ്ധ ചരിത്രകാരൻ ഡോക്ടർ KKN കുറുപ്പ് നിർവഹിച്ചു. പുസ്തകം മാർച്ച് 16 ഞായറാഴ്ച തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ പ്രകാശനം ചെയ്യുമെന്ന് എഡിറ്റർ ഗീതാഞ്ജലി അറിയിച്ചു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, വിദ്യാധരൻ മാഷ് തുടങ്ങിയ പ്രമുഖർക്ക് പുറമെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള എഴുത്തുകാരുടെ സ്കൂൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമാണിത്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ ചിത്രകലാ പ്രദർശനം ആരംഭിച്ചു. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് എക്കോസ് ഓഫ് ദി വാമിംഗ് വേൾഡ് എന്ന പേരിലാണ് പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. കൈരളി അഗ്രികൾച്ചർ MSCS ചെയർമാൻ KV അശോകൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്രകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിട്ടയർഡ് പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അസാധാരണ പ്രതിഭയുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കലാകാരന്മാർ ക്യാൻവാസിൽ കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം കലാകാരന്മാരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര വേദി നൽകുക എന്നതും ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് കൈരളി അഗ്രികൾച്ചർ MSCS ലിമിറ്റഡ്. പ്രദർശനം മാർച്ച് 5 തീയതി വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. പ്രവേശനം സൗജന്യമാണ്. ജനം, തൃശൂർ. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.